ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം റൺവേ 10 ഒരു വിമാനം വന്നിറങ്ങാനായിട്ട് ശ്രമിച്ചപ്പോൾ സാറ്റലൈറ്റ് അധിഷ്ഠിത GPS സിഗ്നൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ സ്പൂഫിംഗ് നടന്നു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊൽക്കത്തയിലും ചെന്നൈയിലും ഹൈദരാബാദിലും മുംബൈയിലുമൊക്കെ ഇത് ആവർത്തിച്ചു എന്നും പറയപ്പെടുന്നു. അങ്ങനെ സ്പൂഫിംഗ് നടത്തി നമ്മളെ വഴിതെറ്റിക്കാൻ ഏതെങ്കിലും രാജ്യം ശ്രമിക്കുമോ? അല്ലെങ്കിൽ തന്നെ ഈ സ്പൂഫിംഗ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെയാണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? അതെ, ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കാണുന്നവർ ഒരു പക്ഷേ മറന്നുപോയി കാണും. കഴിഞ്ഞ മാസമാണ് ഡൽഹിയിൽ വലിയ കുഴപ്പം വന്നു. 800ഓളം ഫ്ലൈറ്റുകൾ താറുമാറായി. ഭാഗികമായിട്ട് മുംബൈയെ അത് ബാധിച്ചു, അമൃത്സറിനെ ബാധിച്ചു, പിന്നെ വേറെ 1-2 എയർപോർട്ടുകളെ. അപ്പം അന്ന് ചെന്നൈയുടെ റിപ്പോർട്ട് വന്നിരുന്നില്ല. പ്രധാനമായും ഡൽഹിയാണ് തളർന്നു പോയത്, ഒന്നും ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അതിൻ്റെ കൂടെ ഇവരുടെ ഓട്ടോമാറ്റിക് സ്വിച്ചിങ് സിസ്റ്റം അത് കേടായി എന്ന് പറയും. അത് കേടായത് വേറൊരു പ്രോബ്ലമാണ്, ഇതുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നു. ഏതായാലും അന്ന് തന്നെ DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തിരുന്നു: സ്പൂഫിങ് നടന്നിട്ടുണ്ട്. അതാര് ചെയ്തു എന്നുള്ളത് ഒരു സെക്യൂരിറ്റി പ്രോബ്ലം ആയതുകൊണ്ട് ഞങ്ങളത് പുറത്ത് പറയുന്നില്ല. ഇതാണ് അവർ ചെയ്തത്. GPS സ്പൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് GPS സിഗ്നലുകൾ ഉണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കുക. ഈ ആകാശത്തുനിന്ന് സാറ്റലൈറ്റുകളുടെ സിഗ്നൽ വെച്ചിട്ടാണ് നമ്മൾ കോർഡിനേറ്റ്സ് തീരുമാനിച്ചിട്ട് നമ്മളെവിടെ എത്തി, ഇറങ്ങാറായോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽസ് കുറേ ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അത് വീക്കാവും. അതിനേക്കാൾ സ്ട്രോങ് ആയ ഒരു സിഗ്നൽ വെച്ച് അതാണ് യഥാർത്ഥ സിഗ്നൽ എന്ന് വിമാനം തെറ്റിദ്ധരിക്കും. അപ്പം നമുക്ക് ഒരു തെറ്റായ GPS സിഗ്നൽ തരുന്നു, ആ വഴിക്ക് നമ്മൾ പോകുന്നു. ഒരു റെയിൽവേ ക്രോസ്, ഓപ്പൺ റെയിൽവേ ക്രോസ്, കാവലില്ലാത്ത, ഗേറ്റ് ഇല്ലാത്ത റെയിൽവേ ക്രോസ്, അങ്ങോട്ട് ആ വഴിയിലേക്ക് നമ്മുടെ വണ്ടിയെ നയിക്കാൻ ഈ GPS-ന് സാധിക്കും. GPS കാണിക്കും നിങ്ങൾ നാഷണൽ ഹൈവേയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ നമുക്ക് ഒരു സംശയം, നാഷണൽ ഹൈവേ ആയിട്ട് ഇതെന്താ ഒരുമാതിരി പൊളിഞ്ഞൊക്കെ കിടക്കുന്നത്, ഇന്ത്യയിലെ നാഷണൽ ഹൈവേയുടെ കാര്യമൊന്നും പറയണ്ടേ, എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാറിങ്ങനെ മുന്നോട്ട് പോകും. കറക്റ്റ് പോയി ഈ സ്ഥലത്ത് കൊടുക്കും, ഈ റെയിൽവേ ക്രോസ്. ഇത് ചെയ്യിക്കാൻ GPS-നെ കൊണ്ട് സാധിക്കും. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എത്രയോ കാര്യങ്ങൾ, കാറ് പോയി തോട്ടിൽ ചാടി, അതെ, GPS അത് സ്പൂഫിംഗ് ഒന്നുമല്ല, GPS-ലെ പോരായ്മകളാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാറുകാരനെ തോട്ടിൽ ചാടിച്ചിട്ട് ആർക്കും എന്ത് വേണം? നമ്മുടെ നാട്ടിലെ വഴികൾ GPS-ന് കൃത്യമായിട്ട് അറിയണമെന്നില്ലല്ലോ അല്ലേ? സാറ്റലൈറ്റ് അല്ല, അത് ഫീഡ് ചെയ്യുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ പക്ഷേ വിമാനത്താവളത്തിൽ ഇത് മനഃപൂർവ്വം ചെയ്തതാണ്, അല്ലാതെ ഇത് തന്നെത്താനും സംഭവിക്കില്ല. GPS സ്പൂഫിംഗ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. എനിക്കോ സിനിജുവിനോ ചെയ്യാൻ പറ്റും, ഒരു തമാശയ്ക്ക്. കുറച്ചൊരു എക്സ്പെൻസൊക്കെ ഉണ്ട്, കുറച്ചൊരു ടെക്നോളജി അറിഞ്ഞിരിക്കണം ഒരു മിനിമം. യു ക്യാൻ ഡു ദാറ്റ്. അത്ര സിമ്പിളാണ് ഇപ്പോഴത്തെ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചത്, ഡൽഹിയിൽ വന്ന ഒരു വിമാനം വളരെ പെട്ടെന്ന് അത് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അയാളോട്. ഇറങ്ങാൻ അയാൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അയാൾ ചണ്ഡീഗഡിലാണ് നിൽക്കുന്നത്. അയാൾ പരിഭ്രാന്തനായിട്ട് അയാൾ പറഞ്ഞു, വാട്ട് ക്യാൻ ഐ ഡു, ദിസ് ഈസ് ചണ്ഡീഗഡ് എയർപോർട്ട്. ഞാൻ വന്ന് ഡൽഹിയിലാണ്. അപ്പോൾ കൺട്രോൾ റൂമിൽ നിന്ന് പറയുന്നു, തനിക്ക് പ്രാന്താണ്, ഇറങ്ങണോ താഴെ, ഇത് ഡൽഹിയാണ്. പറ്റില്ല, ഇത് എനിക്ക് കാണാൻ, ദിസ് ഈസ് ചണ്ഡീഗഡ്. അപ്പോൾ ആ കൂടെ പരിഭ്രമിച്ചു പോകുമല്ലോ. പിന്നെ ഇതെല്ലാം അവർ GPS സംഗതിയൊക്കെ കളഞ്ഞിട്ട് അവരുടെ നോർമൽ ടെലിഫോൺ ലൈനോ എന്തോ കാരിയർ കമ്മ്യൂണിക്കേഷനോ അത് വെച്ച് സംസാരിച്ച്, അപ്പോഴത്തേക്ക് അലങ്കോലമായില്ലേ. ഒരു ഫ്ലൈറ്റ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ തൊട്ടുപുറകെ വരുന്നതെല്ലാം കൂടെ തെറ്റി ആർക്കെവിടെ ഒരാൾ ക്ലെയിം ചെയ്തു അയാൾ ശ്രീലങ്കയുടെ മുകളിലാണ്. വാസ്തവത്തിൽ അയാൾ ഡൽഹിയുടെ മുകളിലാണ്. അയാൾ പറഞ്ഞു, എനിക്ക് ശ്രീലങ്കയായിട്ട് കാണുന്നു, കൊളംബോ എയർപോർട്ടായിട്ട് കാണുന്നു. വേറൊരാൾക്ക് ഇന്ത്യയിൽ നിന്ന് 2500 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലം, ആ സ്ഥലം ഒന്നും ഇതിൽ വന്നില്ല, വാർത്തയിൽ വന്നില്ല ഏതാ സ്ഥലം.
ആസ് ഫാർ അവേ ആസ് 2500 കിലോമീറ്റേഴ്സ്. അതായത് ഭൂഖണ്ഡം തന്നെ മാറിപ്പോകുന്ന രീതിയിലാണ് ആ പൈലറ്റിന് സിഗ്നൽ കിട്ടുന്നത്. ഇപ്പം ഡൽഹിയിൽ ഇറങ്ങാൻ വരുന്ന ആളിന് പെട്ടെന്ന് താൻ സാൻ ഫ്രാൻസിസ്കോയിൽ ഇറങ്ങാൻ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ? കംപ്ലീറ്റ് പ്രശ്നമാണ്. മാത്രമല്ല ഈ ആൾക്കാർ ഇപ്പം താഴെ നോക്കിയാൽ കാണുമല്ലോ എന്നൊക്കെ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. തിരിഞ്ഞ് നോക്കൊരു അപ്രോച്ച് ചെയ്യുന്ന വിമാനമുണ്ടല്ല, ലാൻഡ് ചെയ്യാൻ അപ്രോച്ച് ചെയ്യുന്നു, അതിൻ്റെ നോസ് അല്പം പൊങ്ങിയിരിക്കും, അല്പം പൊങ്ങിയിരിക്കും. ഇറങ്ങാൻ സാമാന്യം നന്നായിട്ട് പൊങ്ങും. എന്നിട്ട് പുറകിലത്തെ ടയറാണ് ടച്ച് ചെയ്യുന്നത്, പിന്നെ മുമ്പിലത്തെ ടയർ ടച്ച് ചെയ്യും. അങ്ങനെ ഈ പക്ഷികൾ കാക്കയൊക്കെ പറന്നു വന്നിരിക്കുന്നുണ്ടല്ലേ, ഇരിക്കാൻ നേരത്ത് കാക്കയുടെ കൊക്ക് പോലും ഒരു അല്പം പൊങ്ങിയിട്ട് കാലിലിങ്ങനെ ഇരുന്ന് പിന്നെ ഇതാണ്. അപ്പോൾ താഴത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് പൈലറ്റിന് സാധ്യമല്ല. അത് മാത്രമല്ല, ഫ്ലൈറ്റ് ഇപ്പം നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവരുടെ ഒരു പെർട്ടിക്കുലർ ഇതിലാണ് ആ വിൻഡോ ഇരിക്കുന്നത്. അതുകൊണ്ട് വിൻഡോയിലൂടെ നോക്കി ഒരു തീരുമാനം അവരെടുക്കാറില്ല. വിൻഡോ അങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. വിൻഡോ നോക്കിയിട്ട് പോരട്ടെ കുറച്ചുകൂടെ ഇറങ്ങട്ടെ. പ്രൈവറ്റ് ബസ് അല്ലല്ലോ സാധനം, ഇതെല്ലാം ഇൻസ്ട്രുമെൻസിൻ്റെ പുറത്താണ് അവരുടെ കൺട്രോൾ. സോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഇൻസ്ട്രുമെൻ്റ് ലാൻഡിങ് സിസ്റ്റമാണ്. ജനറലി പൈലറ്റ്സ് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണത്, ഗൈഡഡ് ലാൻഡിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പോൾ GPS തന്നെ സ്പൂഫ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഇൻസ്ട്രുമെൻറ്റിനെ എങ്ങനെ വിശ്വസിക്കും? ഇവൻ കൃത്യമായിട്ട് ഇറക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അപ്പോൾ എന്ത് ചെയ്തു? ടേക്ക് ഓഫ് ചെയ്യാനുള്ള വിമാനങ്ങളും മൊത്തം ടേക്ക് ഓഫ് എന്ന് നിർത്തിവെച്ചു. കാരണം ലാൻഡിങ്ങിൽ ഇങ്ങനത്തെ കൺഫ്യൂഷൻ നടക്കുമ്പോൾ ഇതിലെ കൂടെയാണ് ടേക്ക് ഓഫ് ചെയ്യേണ്ടത്. ഇനി ടേക്ക് ഓഫ് ചെയ്ത വിമാനം പറയുകയാണ് ഞാൻ റഷ്യയിൽ നിൽക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ ടേക്ക് ഓഫ് കംപ്ലീറ്റ് നിർത്തിവെക്കേണ്ടി വന്നു. എങ്ങനെയെങ്കിലും മുകളിലുള്ളവനെ താഴെ ഇറക്കുക. കുറേ പേരെ ലക്നൗവിലേക്ക് പറഞ്ഞു വിട്ടു. അമൃത്സറിൽ പറഞ്ഞു വിടാന്ന് വെച്ചാൽ അമൃത്സറിൽ സ്പൂഫിങ് നടക്കുന്നു. വല്ലാതെ വിഷമിച്ചു. ഒരാഴ്ച, ഒരു 10 ദിവസത്തോളം നമ്മൾ വിഷമിച്ചു. ഇത് റീസണബിളി എല്ലാവരും പറയുന്നത് പാകിസ്ഥാനാണ് ഇതിൻ്റെ പുറകിൽ. 2 പേർക്ക് ഇത് ചെയ്യാൻ സാധ്യമാകുള്ളൂ. ഒന്ന് പാകിസ്ഥാൻ, അല്ലെങ്കിൽ ചൈന. മൂന്നാമതാണ് ഞാൻ ഈ പറഞ്ഞ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഈ എക്യുപ്മെൻ്റൊക്കെ വെച്ചെന്തെങ്കിലും മിസ്ചീഫ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ തുച്ഛമായ സാധ്യതയെ അതിനുള്ളൂ. ചൈനയും പാകിസ്ഥാനുമാണ് ഇത് ചെയ്യാൻ സാധ്യത. അതിൽ ചൈന ചെയ്യാൻ സാധ്യത കുറവാണ്. കേപ്പബിലിറ്റി ഉണ്ട് ചൈനയ്ക്ക്. ബട്ട് ഏകദേശം ഡൽഹിയിൽ നിന്ന് 1000 കിലോമീറ്റർ ദൂരെയാണ് ചൈന. പാകിസ്ഥാൻ ഒരു 350 കിലോമീറ്റർ ദൂരെയാണ്. പാകിസ്ഥാന് ഒരു കയ്പ് നമ്മളോട് നിൽക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ. എന്തൊക്കെ പറഞ്ഞാലും അത് സോഷ്യൽ മീഡിയയിൽ അവരെന്ത് ഗുണ്ട് വേണമെങ്കിലും അടിച്ചോട്ടെ, അവർ തോറ്റു. നിശേഷം പരിച്ഛേദം തോറ്റ് അവശ്യ നിലയിലായി പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ. അത് അവർക്കറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ചടിക്കണം, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആശയം അവർക്കുണ്ട്. ചൈനയ്ക്ക് നമ്മളോട് സ്നേഹമൊന്നുമില്ല. ഇപ്പോൾ ഈ ട്രംപ് താരിഫൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടൊന്ന് അടുത്തു എന്നുള്ളതല്ലാതെ പെർമനൻ്റായിട്ട് ചൈനയ്ക്ക് നമ്മളോട് സ്നേഹമില്ല, നമുക്ക് ചൈനയോട് സ്നേഹമില്ല. രണ്ടുപേരും പരസ്പരം അസാമാന്യ സംശയ ദൃഷ്ടിയോടെയാണ് അടുക്കുന്നത് തന്നെ. തോളത്ത് കൈ വയ്ക്കുമ്പോൾ തന്നെ മറ്റേ ആൾ തോളിൽ ഇങ്ങനെ ശ്രദ്ധിക്കുക, അവൻ്റെ കയ്യിൽ വല്ല കത്തിയോ വല്ലതും ഉണ്ടോ പണ്ടാരം, ആ രീതിയിലാണ് നമ്മളുടെ ശ്രദ്ധ. അപ്പോൾ പക്ഷേ ചൈന ഇങ്ങനെ ഈ എയർപോർട്ട് വൃത്തികേടാക്കിയിട്ട് ഇപ്പോൾ ചൈനയ്ക്കൊന്നും നേടാനില്ല. ചൈന ഈ കേപ്പബിലിറ്റി നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. 2020 തന്നെ 20 എൻ്റെ ഓർമ്മ, നമ്മളുടെ ബോംബെ ഇലക്ട്രിക് സപ്ലൈ, ബെസ്റ്റ് ഓൺലി ബോംബെ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട്, ഈ കമ്പനിയുടെ സോഫ്റ്റ്വെയറിലേക്ക് കയറിയിട്ട് മുംബൈ നഗരം ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇരുട്ടിലേക്ക് പോയി. കംപ്ലീറ്റ് തന്നെ സ്വിച്ച് ഓഫ് ആയി. 20 മിനിറ്റ് എടുത്തു കറണ്ട് തിരിച്ചു വരാൻ. അപ്പോൾ അന്ന് അത് സോഫ്റ്റ്വെയർ പ്രോബ്ലമാണെന്നൊക്കെ സംശയമൊക്കെ പറഞ്ഞെങ്കിലും ഇലക്ട്രിസിറ്റി അധികാരികൾ നമ്മുടെ സാധാരണ പരിപാടി പോലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഹസ്ബൻഡ് ചെയ്യുക, ഇതുപോലത്തെ ഫൂളിഷ്നെസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അന്ന് അമേരിക്കയാണ് നമ്മളെ അറിയിച്ചത് ഇത് സോഫ്റ്റ്വെയറിൽ ബഗ് കയറ്റിയിട്ട് ചെയ്തത് ചൈനയാണ്.
സോ വി വെർ ഷുവർ അപ്പം ചൈനയ്ക്ക് ആ കേപ്പബിലിറ്റി ഉണ്ട്. ഈ GPS പ്രൂഫിങ്ങിനേക്കാൾ എത്രയോ വലിയ ഓപ്പറേഷനാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സോഫ്റ്റ്വെയറിൽ കയറുക എന്ന് പറയുന്നത്. മറ്റേത് ആകാശത്തൂടെ കയറാൻ പറ്റുന്നതാണ്. ഇത് ഈ സോഫ്റ്റ്വെയറിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ല, അതുകൊണ്ട് വലിയ പ്രയാസമാണ്. അപ്പോൾ എന്തോ അവരത് ചെയ്തു. എനിവേ ചൈന ഈസ് കേപ്പബിൾ. പക്ഷെ ചൈനയ്ക്ക് തൽക്കാലം ഇൻറ്റൻഷനില്ല. ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് കേപ്പബിലിറ്റി, വേറൊന്ന് ഇൻറ്റൻഷൻ. ഇത് ചെയ്യാൻ ഇയാൾക്ക് കഴിവുണ്ടോ? ഉണ്ട്. ചെയ്യാൻ അയാൾക്ക് ഉദ്ദേശമുണ്ടോ? ചിലപ്പോൾ കഴിവുണ്ടെങ്കിലും ഉദ്ദേശമില്ല. എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, എനിക്ക് സിനിജിയെ കൊല്ലാനും സാധിക്കും, പക്ഷേ സിനിജിയെ കൊല്ലാൻ എനിക്ക് ഉദ്ദേശമില്ല, അതുകൊണ്ട് സിനിജി പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ കേപ്പബിലിറ്റി സിനിജിക്കറിയാം, പക്ഷേ എൻ്റെ ഇൻറ്റൻഷൻ സിനിജിക്കെതിരല്ല, അതുകൊണ്ട് സിനിജി സമാധാനമായിട്ട് മോഹൻദാസിൻ്റെ കത്തി ഉണ്ടെന്നെങ്കിൽ സിനിജിക്കറിയാം, പക്ഷേ സിനിജിക്ക് ഒരു പ്രയാസവും തോന്നുന്നില്ല, ഇൻറ്റൻഷനില്ല എന്നറിയാം. ഇൻറ്റൻഷനും കേപ്പബിലിറ്റിയും കൂടെ ചേരുമ്പോഴാണ് ഈ അപകടം. ഇത് രണ്ടും ഉള്ളവനാണ് പാകിസ്ഥാൻ. അവർക്ക് കേപ്പബിലിറ്റിയുണ്ട്, ഇൻറ്റൻഷനുമുണ്ട്. ഇനി കേപ്പബിലിറ്റിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ അമേരിക്കയുണ്ട്, ചൈനയുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പാകിസ്ഥാനാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഭാരതം തീരുമാനിച്ചു. ഇപ്പോൾ ആ വാർത്ത പുറത്ത് വിട്ടു എന്ന് തോന്നുന്നു. ഐ തിങ്ക് പാകിസ്ഥാൻ അത് ചെയ്തു എന്നുള്ളത്. അന്ന് അത് പറയാതെ വെച്ചിരിക്കുകയായിരുന്നു, സുരക്ഷാ കാരണങ്ങളാൽ. പക്ഷെ പാകിസ്ഥാന് അത്രയും വലിയൊരു ടെക്നോളജി ഒന്നും ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാവില്ല. അങ്ങനെ ഇവരുണ്ടല്ലോ, അമേരിക്കയുണ്ട്, ചൈനയുണ്ട്. അതിൽ ആരെയാണ് നമ്മൾ സംശയിക്കുക? രണ്ടുപേരെയും സംശയിക്കണം. ഈ ഡിഫൻസിലെ ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ, ഇഫ് സംതിങ് ഈസ് പോസിബിൾ ദാറ്റ് ഈസ് പോസിബിൾ എന്ന് തന്നെ തീരുമാനിക്കണം. ഒരാൾ നമ്മളെ തല്ലാൻ സാധ്യതയുണ്ടോ? ഉണ്ടെന്ന് തന്നെ വിചാരിക്കണം. അയാൾ തല്ലൊന്നുമില്ല എന്ന് പറഞ്ഞ് ഉറങ്ങരുത്. അയാൾ തല്ലാൻ സാധ്യതയുണ്ട്. അടുത്ത ആളോ പുള്ളി പാവമാണ്, പക്ഷെ അങ്ങനെ ഒരു കത്തി കാണുന്നുണ്ടല്ലോ, മറ്റവനുമായിട്ട് അടുപ്പമുണ്ടല്ലോ, ഏത് നിമിഷവും മറ്റവന് വേണ്ടിയിട്ട് ഇവൻ ഇവന് നമ്മളോട് വിരോധമൊന്നുമില്ല, പക്ഷെ മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് അയാൾ പറയുകയാണ്, എടാ ഞാൻ കുത്തിയാച്ചില്ല, നീ ഒന്ന് കുത്ത്. അയ്യോ ഞാൻ കുത്തറ ഞാനല്ലേ പറയുന്നു. ഇയാളോടുള്ള അടുപ്പം കൊണ്ട് നമ്മളെ കുത്തുന്നവർ. ഇങ്ങനെ പല രീതിയിലുള്ള ശത്രുക്കളുണ്ട്. ചാണക്യൻ ഇവരെയൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അയൽവക്കത്തെ ശത്രുക്കൾ, സാന്ദർഭിക ശത്രുക്കൾ, പിന്നെ ഈ മിത്രങ്ങളെ അതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ അവർ ശത്രുക്കളായിട്ട് മാറും. അതർവൈസ് ദേ ആർ ഓക്കെ. ഇപ്പോൾ ശ്രീലങ്ക നോക്കിക്കോ, ഇടയ്ക്ക് നമ്മളോട് ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളക്ക് പിന്നെ അടങ്ങി. മാൽദീവ്സ് സാന്ദർഭിക ശത്രുവാണ്. ഇതുപോലെ ഇവരെയൊക്കെ ചാണക്യൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. വളരെ രസമാണ് അത് വായിക്കാൻ. നമ്മളത് വായിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ശരിയാണ്, നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എഴുതി വയ്ക്കുന്നത്. ചിരിച്ചുകൊണ്ട് നമ്മളെ സമീപിക്കുന്ന ശത്രുക്കൾ, സ്നേഹം ഭാവിച്ച് കാര്യം കാണാൻ വേണ്ടിയിട്ട്. ശരി, കാര്യം കണ്ടു അയാൾ പോയാൽ കുഴപ്പമില്ല, കാര്യം കണ്ടു കഴിഞ്ഞാണ് ഇയാൾ ഉപദ്രവിക്കുന്നത്. അവസരം കിട്ടുമ്പോൾ അടി കൊടുക്കാൻ. ശ്രദ്ധിച്ചില്ലേ? ഇപ്പോൾ സിനിജി, ഞാനിപ്പോൾ ഒന്നും അറിയാതെ ചോദിക്കുകയാണ്, സിനിജിയെ ജീവിതത്തിൽ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ളത് സിനിജി എന്തെങ്കിലും ഉപകാരം ചെയ്തവരായിരിക്കും. ഉറപ്പാണ്. യൂണിവേഴ്സല്ല. ഒരുത്തനൊരു ഉപകാരം ചെയ്തോ അവൻ തിരിച്ചു ഉപദ്രവിക്കും. ഉപകാരം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പണ്ട് TV തോമസിനെ പറ്റി വലിയ അപവാദങ്ങളിങ്ങനെ നടക്കുന്നു. TV തോമസിൻ്റെ ഓഫീസിൽ ഒരാൾ പറഞ്ഞു, സാറേ നമ്മുടെ ഓഫീസിലുള്ള ആ മാധവൻ നായരില്ലേ, അയാളാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത്, സാറിനെ പറ്റി വേണ്ടാത്ത അപവാദം മുഴുവൻ പറയും. TV തോമസ് ഇങ്ങനെ പറഞ്ഞു, മാധവൻ നായർക്ക്, മാധവൻ നായർക്ക് ഞാൻ യാതൊരു ഉപകാരവും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് അയാൾ എന്നെ ഉപദ്രവിക്കുന്നത്? പുള്ളിങ്ങനെ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഉപകാരം ഇല്ല, ഒരു ഉപകാരവും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനും ഉപദ്രവിക്കും. അപ്പോൾ ഇങ്ങനെ ഈ സാധനമൊക്കെ ചാണക്യൻ്റെ ചിന്തകളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് നമ്മളുടെ ഡിഫൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അവൻ നമ്മളെ കുത്തും. ഇപ്പോൾ ബംഗ്ലാദേശിൽ അലമ്പുണ്ടായി, ജെൻസി കലാപം, മറ്റേത് ജമായത്തെ ഇസ്ലാമി, ചാപ്പാട് കഴിക്കണ്ടേ, 25,000 ടൺ അരി നമ്മൾ അയച്ചു കൊടുത്തു ബംഗ്ലാദേശിൽ. ഇത് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ CDS, നമ്മളുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്,
എടാ 25,000 ടൺ അരി അങ്ങോട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്, അവന് ഉപകാരം ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ് അവനെ ഉപദ്രവിക്കും. അപ്പോൾ എന്ത് ചെയ്യണം ചേട്ടാ, നീ ഒരു കാര്യം ചെയ്യും, ആ ചിക്കൻ നെക്കിൽ ഒരു 3 ഗാരിസൺ കൂടെ അയച്ചിട്ട് അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്തു. കാരണം ഈ അരി കഴിച്ചു കഴിയുമ്പോൾ ഇവന് കുത്തലുണ്ടാകും. ഇത് നമ്മൾ, എന്നാൽ ഈ അരി കൊടുക്കുക എന്നുള്ളത് ഒരു മര്യാദയല്ലേ. അതെ. അപ്പോൾ മോദി അരി കൊടുത്തിട്ടുണ്ട്. മോദി പറയും, മറ്റേ പുള്ളിയോട് പറഞ്ഞു, അറിയിച്ചിട്ടുണ്ട്. അരി അവിടെ ചെല്ലുന്നതിന് മുമ്പേ പട്ടാളം ഇപ്പുറത്തൂടെ ചെന്ന് തരണം. ഇതാണ് ഡിഫൻസിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ. അപ്പോൾ ഈ GPS സ്പൂഫിംഗ് മാത്രമല്ല, ഇനിയിപ്പോൾ വരാൻ പോകുന്നു നോക്കും. അടുത്ത യുദ്ധം ഏകദേശം സൈബർ സ്പേസിലായിരിക്കുമെന്ന് CDS പലതവണ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും സൈബർ യുദ്ധങ്ങളായിരിക്കും. അതിൽ ഈ പറഞ്ഞ മിസൈലോ വിമാനമോ ഒന്നും ഉപയോഗിച്ചായിരിക്കില്ല. ബട്ട് ഇതിൽ അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട ഒരു കാര്യം, നമ്മളും ഇതിലത്ര മോശക്കാരൊന്നുമല്ല. നമ്മളും പാകിസ്ഥാനിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ സാധനം സമർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് GPS സ്പൂഫിംഗ് ആയിരുന്നില്ല, അത് വേറൊരു സാധനമായിരുന്നു. അവരുടെ റഡാറിനെ ബ്ലാങ്ക് ആക്കുകയോ അങ്ങനെ എന്തോ, എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിലെ സൂപ്പർ കള്ളത്തരം. അത് ചെയ്ത് പാകിസ്ഥാനെ നമ്മൾ നിരായുധരാക്കി, നിരാലംബരാക്കി. അതിൻ്റെയൊക്കെ ചളിപ്പ് പാകിസ്ഥാനുണ്ട്, ഭീകരമായിട്ടുണ്ട്. ഈ ഫീൽഡിൽ വലിയ ഇത് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൽ നിന്ന് ഒരു ഡ്രോൺ വാങ്ങിച്ചു. ചെറിയൊരു വാർത്തയായിട്ട് അത് വന്നത്, ഇൻ്റർനെറ്റിൽ എക്സിലും ഒക്കെ ആയിട്ട് അത് അവസാനിച്ചു. ഇസ്രായേൽ നമുക്ക് തന്ന ഡ്രോണാണ്. ഈ ഡ്രോൺ പറന്നു പോകുന്ന വഴിക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല, വേറെ ആരോ നിയന്ത്രിക്കുന്നു. ചൈനയാണ് നിയന്ത്രിക്കുന്നത്. അത് പിന്നെ അത് ഇസ്രായേലിനെ അറിയിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ആ വാർത്തയിലില്ല. പിന്നെ അത്തരം വാർത്ത കണ്ടിട്ടുമില്ല. ഇസ്രായേലിൽ ഉടനെ അതിനെന്തെങ്കിലും കൗണ്ടർ ചെയ്ത് കാണും. അതായത് ഇസ്രായേലിൽ നിന്ന് ചൈനയിലേക്കുള്ള ദൂരം ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള ദൂരം ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇസ്രായേലിൻ്റെ ഡ്രോൺ ഏകദേശം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അത് ചൈനയുടെ നിയന്ത്രണത്തിലേക്കായി. പിന്നെ ചൈനയിലേക്ക് കയറി പോകാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ വിമാനങ്ങളെ തന്നെ തകർക്കാൻ പാകിസ്ഥാൻ ഒരു സ്പൂഫിംഗ് നടത്തി എന്ന് പറയാൻ പറ്റും. തകർക്കാനല്ല, സ്പൂഫിംഗ് കൊണ്ട് വിമാനം തകർന്നു പോകില്ല. ഇതുപോലത്തെ കൺഫ്യൂഷൻ ആകും. എമർജൻസി ലാൻഡിംഗ് ഒക്കെ വേണ്ടി വരാതെ ചിലപ്പോൾ സക്സസ് ആയെന്ന് വരില്ല. അങ്ങനെ അപകടം ഉണ്ടാകും. ഇപ്പം ഫ്യൂവല് തീർന്നിട്ട് ഒരാൾ അങ്ങനെ അപകടം ഉണ്ടാവാം. ഇപ്പം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അമൃത്സറുണ്ട്, ലക്നൗ ഉണ്ട്, ഗ്വാളിയറുണ്ട്, നാഗ്പൂറുണ്ട്, ഇവിടെ അഹമ്മദാബാദുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പറന്നാൽ പിന്നെ അതും കഴിഞ്ഞിട്ട് ഒരു എമർജൻസി ഫ്യൂവൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസം. എന്തായാലും ഗൗരവത്തോടുകൂടി ഇന്ത്യ അതിനെ നോക്കി കാണുന്നു എന്ന് പറയാം. അതെ അതെ, തീർച്ചയായിട്ടും. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.